കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാമത് വാക്യം: നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വചനമാണ്. നിങ്ങളുടെ ഇടയിൽ രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് സഭയിലേക്ക് ആളുകളെ അയച്ച് മൂപ്പന്മാരെ വരുത്തി അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരുമെന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. ശിഷ്യന്മാര് പറയുന്നതായ വാക്കുകൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്. അവിടെ പറയുന്നത് അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്നുള്ളതായ വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരുടെ ആഴമായ പ്രാർത്ഥന അത് വിടുതലായി തീർന്നിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലും ഈ കാലഘട്ടത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം തട്ടിപ്പാണെന്നും ചതികളാണെന്നും വഞ്ചനകളാണെന്നും ഒക്കെ പറയുന്നവർ ഈ ലോകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥമായി പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യമായിട്ടുള്ള നിരവധി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് രോഗികൾ ചെയ്യേണ്ടത് എന്താണ്? സഭയിലെ മൂപ്പന്മാരെ വരുത്തേണം. മറ്റൊന്ന്, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. മൂപ്പന്മാർ രോഗികൾക്കു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. 2, രോഗിയെ എണ്ണ പൂശേണം. 3, കർത്താവിൻ്റെ നാമത്തിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. 4, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടി കഴിക്കണം എന്നാണ് ഈ വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്ന വാക്കിനുള്ളിൽ വിശ്വാസത്തോടുകൂടിയ അധികാരമുള്ള നാമത്തോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഫലവും അപ്പോൾ തന്നെ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യതയും കൂടെ ഒന്നു ചേരുകയാണ്. വഴിയാത്രയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർത്ഥപ്രാണനായി മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന് ആ വഴി വന്ന ശമരിയക്കാരൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന എണ്ണ പൂശി എന്ന് പറയുന്നതായ വാക്കുകളുണ്ട്. സർവസാധാരണയായി മുറിവേൽക്കുന്ന ആളുകൾക്ക്, രോഗികളാകുന്ന ആളുകൾക്ക് ആ കാലഘട്ടങ്ങളിൽ ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ് എണ്ണ പൂശുന്നത്. പക്ഷേ അതോടൊപ്പം അത്യുന്നതൻ്റെ നാമവും വിശ്വാസത്തിൻ്റെ ആഴവും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും പരിണമിക്കുമ്പോൾ
അത് വിടുതലായി പരിണമിക്കുന്നു എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി അധികാരത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കപ്പെടും. ആ തലത്തിൽ വിടുതലുകൾ അനുഭവിച്ച് മുന്നേറുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിപ്പാനും ആ തലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനും ദൈവത്തിൻ്റെ മഹത്വവും വിടുതലും കാണുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. അവിശ്വാസികളായി അല്ല, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ എത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.